ഹായ് ഫ്രണ്ട്സ്, ഈ കാണുന്നത് ESP32ൻ്റെ ക്യാമറ മൊഡ്യൂളാണ്. ഇതുപയോഗിച്ചുകൊണ്ട് കുറേ IoT പ്രോജക്റ്റുകൾ ഒക്കെ ചെയ്യാൻ കഴിയുന്നതാണ്. ഇതൊരു ചെറിയൊരു മൈക്രോ കൺട്രോളറാണ്. ഈ കാണുന്നത് അതിൻ്റെ പ്രോഗ്രാം ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മൊഡ്യൂളാണ്. ഇതുപയോഗിച്ചുകൊണ്ട് നമുക്ക് പ്രോഗ്രാം ചെയ്യുന്നത് എളുപ്പമാകാൻ കഴിയുന്നതാണ്. ഇതിലൊരു മൈക്രോ USB പോർട്ടുണ്ട്. അതുവഴി നമുക്ക് മൊബൈലിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറോ ഉപയോഗിച്ച് ഇത് കോഡ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, ഇതിലെങ്ങനെയാണ് പ്രോഗ്രാം ചെയ്യുന്നതൊക്കെ നോക്കിയാലോ. ഇത് ഉപയോഗിച്ചുകൊണ്ട് ചെറിയ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതൊക്കെ നോക്കാം. ഞാനിവിടെ ഈ മൊബൈൽ ഉപയോഗിച്ചാണ് ഇത് പ്രോഗ്രാം ചെയ്യുന്നത്. മൊബൈൽ ആയതുകൊണ്ട് തന്നെ ആർഡിനോ ഡ്രോയിഡ് എന്ന പറഞ്ഞ ആപ്ലിക്കേഷൻ വഴിയാണ് ചെയ്യുന്നത്. കമ്പ്യൂട്ടറിലാണെങ്കിൽ ആർഡിനോ IDE എന്ന സോഫ്റ്റ്വെയർ വഴി നമുക്ക് ചെയ്യാവുന്നതാണ്. മുകളിൽ 3 ഡോട്ടിൽ സ്കെച്ചിൽ ലൈബ്രറി എക്സാമ്പിളിൽ പ്ലാറ്റ്ഫോം ലൈബ്രറി, അതിൽ ESP32 എന്ന് കാണാം. അതിവിടെ അതിൽ ക്യാമറയിൽ ക്യാമറ വെബ് സെർവർ എന്ന് കാണാം. അതെടുത്താൽ ഇതുപോലൊരു കോഡ് നമുക്ക് കിട്ടുന്നതാണ്. ഇവിടെ നമ്മൾ ഉപയോഗിച്ച ക്യാമറ മോഡൽ ഏതാണ് എന്നാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഉപയോഗിച്ചത് AI തിങ്കർ എന്ന മോഡലായതുകൊണ്ട് അതിന് മുമ്പുള്ള സ്ലാഷ് ഒഴിവാക്കി കൊടുക്കുകയാണ് വേണ്ടത്. അതിനുശേഷം നമ്മൾ ഉപയോഗിക്കുന്ന വൈഫൈയുടെ പാസ്വേഡും പേരും ഇവിടെ SSID പാസ്വേഡ് നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഇവിടെ ഓൾറെഡി ഉള്ള സ്കെച്ച് നമ്മൾ എഡിറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇതൊന്ന് പുതിയ പേര് കൊടുത്ത് സേവ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഏതെങ്കിലും ഒരു പേര് കൊടുത്തിട്ട് ഇതൊന്ന് സേവ് ചെയ്യേണ്ട ആവശ്യമാണ്. ഞാനിവിടെ നമ്മളെ ചാനലിൻ്റെ പേര് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം അത് സേവ് ചെയ്തതിന് ശേഷം നമുക്കിത് അപ്ലോഡ് ചെയ്യാൻ കുറച്ച് അധികം സമയം എടുക്കുന്നതുകൊണ്ട് തന്നെ അത് നമ്മളിവിടെ കാണിക്കുന്നില്ല. അപ്ലോഡ് ആയതിനു ശേഷം നമ്മൾ ഹോട്ട്സ്പോട്ട് ഓണാക്കി കൊടുക്കാം. അതിനുശേഷം സീരിയൽ മോണിറ്റർ ഓണാക്കിയാൽ ഇതിൻ്റെ IP അഡ്രസ്സ് പ്രിൻ്റ് ചെയ്ത് തരും. ഇപ്പോൾ നമ്മുടെ വൈഫൈ ആയിട്ട് കണക്റ്റായി. വൈഫൈ കണക്റ്റഡ്. ഇവിടെ ഒരു IP അഡ്രസ്സ് പ്രിൻ്റ് ചെയ്ത് വന്നത് കാണാം. ഈ പ്രിൻ്റ് ചെയ്ത IP അഡ്രസ്സ് നമ്മൾ കോപ്പി ചെയ്യാം. അത് ഗൂഗിളിൽ കൊണ്ടുപോയിട്ട് സെർച്ച് ചെയ്താൽ ക്യാമറ വിഷ്വൽസ് കാണാവുന്നതാണ്. ഇപ്പോൾ IP അഡ്രസ്സിലെ പേജ് ഓപ്പൺ ആയി വന്നു. അപ്പോൾ അതിൽ ഒരുപാട് ഓപ്ഷൻസൊക്കെ നമുക്ക് ക്യാമറ സെറ്റിങ്സ് കാണാം. സ്റ്റാർട്ട് സ്ട്രീമിംഗ് കൊടുത്താൽ ക്യാമറ ഓപ്പൺ ആയി വരുന്നു. സ്ക്രോൾ ചെയ്ത അടി കാണാം ക്യാമറ ഓൺ ആയത്. ക്യാമറയുടെ റെസല്യൂഷൻ മുകളിലുണ്ട്. അത് നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഫേസ് ഡിറ്റക്ഷൻ പോലെയുള്ള മറ്റ് ഫീച്ചേഴ്സുകളും ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്.